പിന്നെ എന്നെ പറ്റിയാണ് പറയുന്നത്, ബേജാറാവില്ലേ? എന്നെ പറ്റിയാ പറയുന്നത്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോളാം എന്റെ എല്ലാ കാര്യവും ഞാൻ പറയും. കാലൊക്കെ ഒയ്യുന്ന പറയാന്ന് പറഞ്ഞേ. അങ്ങനെ അതൊക്കെ ഒയ്യും. അതാണ് ഈ ലോകാന്തരം ഉണ്ടായിപ്പ. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കൂട്ടി പിടിച്ചാലും ഒരു ഭയങ്കര ഇഷ്ടം. പ്രസവരക്ഷ ഡീറ്റെയിൽ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞാല് പ്രസവരക്ഷയിലേക്ക് പോകാനുള്ള ഒരു ഐഡിയ എന്റെ മനസ്സിലില്ലായിരുന്നു. എനിക്ക് പ്രഗ്നന്റ് ആയി ഒരു 7 month ഒക്കെ ആയപ്പോ പിന്നെ വീട്ടിലുള്ള എന്റെ പേരൻസ് ആണ് പറഞ്ഞത് ഫസ്റ്റ് പ്രസവരക്ഷ എന്റെ മനസ്സിലേക്ക് ഉന്നയിച്ചത്. പക്ഷേ എനിക്ക് അപ്പോഴും നമ്മളെ പണ്ട് നമ്മളെ വീട്ടിലൊക്കെ വരുന്ന ഈറ്റാരത്തികളില്ലേ, എന്റെ ചിന്തയിൽ അങ്ങനെ ആയിരുന്നു. വീട്ടിലേക്ക് ഈറ്റാരത്തിന്റെ വെക്കാന്നുള്ള ഒരു ചിന്ത ആയിരുന്നു. പക്ഷെ ഉമ്മയും ഉപ്പയും പറഞ്ഞ് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ഈ പ്രസവരക്ഷയാണ്. പിന്നെ അതാണ് ഒന്നുകൂടി നല്ലത്. മീൻസ് നമുക്ക് വീട്ടിൽ ഉള്ളതിനേക്കാളും ട്രീറ്റ്മെന്റും ഉഴിച്ചിലും ഹെഡ് മസാജും ഹെയർ മസാജും ഒക്കെ കിട്ടുക ഈ ഒരു പ്രസവരക്ഷയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തു. അപ്പൊ ആദ്യം ഇത് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമല്ല, നമുക്ക് വീട്ടിൽ തന്നെ ആവുന്നതല്ലേ നല്ലതെന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞ് ഒരു 8 month ഒക്കെ ആയപ്പോൾ ഞാൻ നാട്ടിലെത്തിയപ്പോൾ ഈ പ്രസവരക്ഷന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണാനിടയായി. അതായത് നമ്മൾ തോനെ ഫുഡ് കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊരു പ്രസവം കഴിഞ്ഞാല് നമ്മുടെ ബോഡി അത്രയും വീക്കായിരിക്കും. എന്താ പറയാ, മേലും കൈയും വേദന ആയാലും ഉയർവേദന ആയാലും നീർക്കെട്ടും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മള് മെന്റലി ഫിസിക്കലി നമ്മൾ ഡൗൺ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് മെയിൻ. നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഒഴിച്ചിലും കാര്യങ്ങളും കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മള് ഒന്ന് നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്യാം, നല്ല എവിടെ നോക്കുന്ന പറഞ്ഞ് അങ്ങനെ കുറേ സ്ഥലത്ത് പോയി ഞാൻ മലപ്പുറം വരെ എത്തിക്കുന്നുണ്ടോ ഈ പ്രസവരക്ഷന്റെ തെരഞ്ഞിട്ട്. പക്ഷെ അതിന്റെ ദൂരവും പിന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ പാരൻസിനും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് വന്ന് നോക്കണമെങ്കിലൊക്കെ പെട്ടെന്ന് വന്ന് പോകാൻ കഴിയൂലല്ലോ. അപ്പൊ അത് ഞാൻ വിചാരിച്ചു ദൂരം വേണ്ട, നമുക്ക് അടുത്ത് തന്നെ നോക്കാന്ന്. അങ്ങനെ അന്വേഷിച്ച് ഞാനൊരു 8 month കഴിയാൻ നേരത്താണ് ഈ വട്ടോളി, ഞാനിപ്പോ ഇന്ന് പ്രസവരക്ഷ വന്ന വട്ടോളിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ അവിടെ ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു റൂമില്ല, മീൻസ് ഒരു 4-5 മാസം മുന്നെങ്കിലും നിങ്ങൾ റൂമിന് അന്വേഷിക്കേണ്ടിന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കുറേ അന്വേഷിക്കണം, ഇനി എനിക്ക് സമയമല്ല, നിങ്ങൾ എങ്ങനെയും നോക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെയുള്ള ഓണറാണ് സൂറത്താദ എന്നോട് പറഞ്ഞ് ഇനി അത്രയും ചോദിച്ചതല്ലേ, എൻ്റെ സംസാരം കേട്ടിട്ടാണെങ്കിൽ എന്നെ വിടാനും തോന്നുന്നില്ല. എന്നോട് ചോദിച്ചു എന്നാണ് ഡെലിവറി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു February 1st ഒക്കെ ആണ് ഡെലിവറി ഡേറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എന്തായാലും വേണ്ടില്ല, ഇനി വാ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിൽ ആ ഒരു സ്ഥലത്തുള്ള എല്ലാ കാര്യങ്ങളും ഉഴിച്ചിലും ഫുഡും കാര്യങ്ങളും അതിന്റെ പാക്കേജ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. ഞാൻ അത് വായിച്ചു, എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. പിന്നെ എന്നോട് എല്ലാവരും അവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഫുഡായിരുന്നു. ഫുഡ് ഒരു രക്ഷയില്ല. ചാനൽ കണ്ടവർക്കറിയാം ഫുഡിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ആളാണ്. എവിടൊക്കെ ഏത് തരം ഫുഡുണ്ടോ അതൊക്കെ പോയി ഞണ്ടുന്ന ഒരാളാണ് ഞാൻ. ആ സമയത്ത് പ്രസവിച്ച് കിടക്കുമ്പോൾ എനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. അന്വേഷിച്ച സ്ഥലത്തൊക്കെ ഫുഡ് വളരെ മോശമായിരുന്നു. അങ്ങനെയാണ് വട്ടോളിത്ത് പറഞ്ഞു ഞാൻ വട്ടോളിയിൽ എത്തിയതും അവിടെ ഡീറ്റെയിൽ ഒക്കെ അന്വേഷിച്ച് അങ്ങനെ അഡ്വാൻസ് ഒക്കെ കൊടുത്തു. ഇപ്പം അതാ ഡെലിവറി കഴിഞ്ഞ് ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരാഴ്ച മുടിയലിച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രസവരക്ഷയിലേക്ക് പോകുന്നത്. ഇനി പ്രസവരക്ഷത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അവിടെ എങ്ങനെയാണ്, അവിടെ ഉഴിച്ചിലും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയണം. അവിടെ പാക്കേജ് ആണ് കേട്ടോ. നമുക്ക് 7 days ഉണ്ട്. പക്ഷെ 7 days കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ 10 days വേണമെങ്കിൽ 10 days ആക്കാം. പിന്നെ ഞാൻ എടുത്തത് 14 ദിവസമായിരുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ 27 ദിവസം ഉണ്ട്, എനിക്ക് തോന്നുന്നത് 28 ദിവസം ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നത് 40 ദിവസവും, അങ്ങനെ ഒരു പാക്കേജാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ 14 ദിവസത്തേക്കാണ് എടുത്തത്. ആ 14 ദിവസത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കാം. കുളി നമുക്ക് വേണമെങ്കിൽ 7 കുളിയാക്കാം അല്ലെങ്കിൽ 9 കുളിയാക്കാം, ഒക്കെ നമ്മളെ ഇഷ്ടമാണ്. ഞാൻ 9 കുളിയായിരുന്നു ആക്കിയത്. പിന്നെ ഞാൻ നവരക്കിയാണ് ചെയ്തത്. അതിനുശേഷം 5 നവരക്കി, മീൻസ് 9 കുളിയും 5 നവരക്കിയും ആണ് ചെയ്തത്. ഇനിയിപ്പോൾ മേലും കൈയും നമുക്ക് വേദന നീർക്കെട്ടോ അങ്ങനെ ഉഴിച്ചിൽ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
മഞ്ഞളെണ്ണ കീ എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്. എനിക്ക് എന്താ പറയുക പറയാനൊരിതുണ്ട്. മഞ്ഞളെണ്ണ കീ ആണ് അല്ലെങ്കിൽ ചെയ്യുക. പിന്നെ ഒരു കുഴപ്പമില്ല, നമുക്ക് ബോഡിക്കൊന്നും വേദനയും തോന്നുന്നില്ലെങ്കിൽ അവിടെയുള്ള ഉയ്യുന്ന ആ ഒരു ഒലി പറഞ്ഞ് നവരക്കീയാണ് നല്ലത്. നവരക്കീ ചെയ്യുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ മൂന്നാറൊക്കെ പോയി ഇറങ്ങി നമ്മൾ എങ്ങനെ ദേഹത്തേക്ക് ഒരു കാറ്റ് വരില്ല, അതേപോലെ നവരക്കീ അത്രയും അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളുമാണ്. അവിടെ ഫുഡ് രാവിലെ 6 മണിക്ക് അവരാദ്യം എന്ത് ചെയ്യും, മുട്ടയും പഴവും പിന്നെ ഒരു പ്രോട്ടീൻ ഡ്രിങ്കാണ് അവർ, എന്താ നട്ട്സും മുത്താറിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേക തരം ഷെയ്ക്കാണ് അവർ. അതിൻ്റെ കൂടെ എന്താ ചിലപ്പോൾ കാടമുട്ട അല്ലെങ്കിൽ നോർമൽ എഗ്ഗ് പിന്നെ നിതർപ്പഴമാണ് പുഴുങ്ങിയതുണ്ടാകുക. അത് കഴിഞ്ഞ് നമ്മളത് കഴിച്ച് കുറച്ച് കയ്യിൽ എന്ത് ചെയ്യുക, അവർ പത്തിരിയും കറി, പിന്നെ ഓരോ ദിവസം ഓരോ മെനു ആണ് കേട്ടോ, ഡിഫറെൻറ്റ് മെനു ആണ്. അതാണ് ഫുഡ് ഞാൻ എടുത്ത് പറയാം. അവരത് എന്താ പറയുക, നമ്മൾ സാധാ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരാഴ്ച ഒരു ടൈം ടേബിൾ ആണെങ്കിൽ പിറ്റത്തെ ആഴ്ചയും റിപ്പീറ്റ് ആയിട്ടല്ലേ ഫുഡ് ഉണ്ടാകുക. ഇവിടെ അങ്ങനെയല്ല. ഞാൻ പോയ അന്ന് തൊട്ട് എന്നും രാവിലെ വെറൈറ്റിയാണ്. ഞാൻ എന്നിട്ട് അവരോട് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഒരു മെനു ഇല്ലേ, അല്ല അവർ മാക്സിമം എത്രത്തോളം ടേസ്റ്റ് ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം വെറൈറ്റി ആക്കാൻ പറ്റുമോ അങ്ങനെയാണ് അവർ ഫുഡ് ഉണ്ടാക്കുക. ഒരു ദിവസം ഇഡ്ഡലി ആണെങ്കിൽ ഒരു ദിവസം ദോശ, ഒരു ദിവസം വെള്ളപ്പം, ഒരു ദിവസം ചീര, എന്താ പറയുക നമ്മുടെ പണ്ടത്തെ ഈ വട്ടയിലുള്ള ചീരല്ല, ആ ചീര അവർ മുറിച്ചിട്ട് പെരുകും. പിന്നെ ചേനയും കൂർക്കലൊക്കെ അരിയാൻ എത്ര കഷ്ടപ്പാടുണ്ട്. ഈ ചേനയും കൂർക്കലും ഉപ്പേരി വെക്കും. അങ്ങനത്തെ എന്താ പറയുക, എനിക്ക് അവിടെ പോയപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. മീൻസ് ഫുഡിൽ ഒരു കോംപ്രമൈസും ഇല്ല അവിടെ. പിന്നെ അവര് കുളിക്കാൻ അവർ വന്ന് വിളിക്കും, ഉച്ചിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ മോനെ ഉറങ്ങി കഴിഞ്ഞിട്ടാണ്, മോനെ ഉറക്കി പാല് കൊടുത്തിട്ടാണ് ഞാൻ ഉച്ചിലിന് പോവുക. അപ്പോൾ ഉച്ചിലും ഇതേപോലെയാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ഒരു ഇത്താതാണ്, മീൻസ് അൽഷാഫിയിലൊക്കെ എത്രയോ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഉയ്യാന്. ഉയിച്ചിലും അടിപൊളിയാണ്. എന്താ പറയുക, നമുക്ക് എത്രത്തോളാണോ ഉയിച്ചിൽ വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ പെയിൻ ഉള്ളത് അത് അവർക്ക് തൊട്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എനിക്ക് അൽഹംദുലില്ലാ പഠിച്ചോൻ സഹായിച്ചിട്ട് എവിടെയും നീർക്കെട്ടോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നോർമൽ ഉയിച്ചിലായിരുന്നു. പിന്നെ എന്താ പറയുക, ഹെയർ മസാജ് ഉണ്ട്. പിന്നെ ഫേസ് പാക്ക് എനിക്ക് തോന്നുന്നു മുൾട്ടാണി മിട്ടി, മഞ്ഞൾ, അങ്ങനെ എന്തൊക്കെ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ താഴെ കൊടുക്കട്ടോ ഡീറ്റെയിൽ ആയിട്ട്. മുൾട്ടാണി മിട്ടി അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഫേസിൽ. പിന്നെ ശരീരത്തിൽ അവർ ഒരു കൊയമ്പാണ്, അതിന്റെ പേര് വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുക. എനിക്ക് പേരൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഓർമ്മല്ല. ആ ഒരു കൊയമ്പുമാണ് അവർ ഉഴിച്ചിന് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നമുക്ക് പിടിപ്പിച്ച നമ്മൾ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയും എന്താ പറയാ, അവര് നല്ല ചൂടുള്ള ഈ മുണ്ടോണ്ട് ദേഹം മൊത്തം ക്ലീൻ ചെയ്യലും. മുണ്ടോണ്ട് ക്ലീൻ ചെയ്യുന്നതിന് എന്തോന്ന് പറയലുണ്ടായിരുന്നു, എന്തോന്ന് പറയലുണ്ടായിരുന്നു കാര്യോ. മുണ്ടോണ്ട് ക്ലീൻ ചെയ്യും. പിന്നെന്താ, തലയിൽ താളി ഞാൻ ഒരു സ്ഥലത്തും കണ്ടില്ല. ഞാൻ എന്നിട്ട് അവിടെ ഉള്ളവരോട് പറയും, ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ താളി തേച്ചതാണ്. താളി തലയിൽ തേക്കും. പിന്നെ ചെറുപയർ പൊടി കൊണ്ടാണ് അവർ സോപ്പിന് പകരം ചെറുപയർ പൊടി യൂസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയിൽ ഇങ്ങനെ ഒരു പുക പോലെ ഒരു സാധനം ഇങ്ങനെ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കഞ്ഞി, നല്ല കഞ്ഞി, തേങ്ങാപ്പാൽ പറഞ്ഞ കഞ്ഞി ഉണ്ടാവും, ജീരക കഞ്ഞി, അങ്ങനെ ഓരോ ദിവസം അവർ മെനു ഇങ്ങനെ മാറ്റിക്കൊണ്ടേ നിൽക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ്, മക്കളെ ചോറ് ഒരു രക്ഷയുണ്ടാവില്ല. എന്തായാലും ഒരു തേങ്ങ അരച്ച കറി ആ ഒരു മെനുവിലുണ്ടാവും. പിന്നെ ഉപ്പേരി ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, മീൻ പൊരിച്ചത് ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഒരു മുളയിലുണ്ടാവും, മീൻ കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബിരിയാണി, നെയ്ച്ചോറ്, ഇഷ്ടം മഞ്ഞച്ചോറ്, എല്ലാ ഫുഡും അവിടെ ഉണ്ട്. അത് നല്ല കഴിയാനുള്ള ടെൻഡൻസി ആൾക്ക് വരുന്നുണ്ട്. അവിടെ 5 മിനിറ്റ് പ്രസവരക്ഷയുടെ ഡീറ്റെയിൽ പറയട്ടെ. എന്റെ മോനെ കുളിപ്പിക്കുന്നത് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാണ് എന്റെ മോനെ കുളിപ്പിക്കാൻ വരിക. മോനെ കുളിപ്പിക്കാൻ എന്ന് പറയുന്നത് നല്ല തേങ്ങ വെന്ത വെളിച്ചെണ്ണാണ് മോനെ യൂസ് ചെയ്യുക. മോനെ എന്ത് ചെയ്യും, ആദ്യത്തെ 2 ദിവസം മോനെ ചെറുതായിട്ട് എണ്ണ തേപ്പിച്ച് പിടിപ്പിച്ച് പെട്ടെന്ന് കുളിപ്പിച്ചു. പിന്നെ എന്നെ പറ്റിയാണ് പറയുന്നത്, രസാറല്ലേ എന്നെ പറ്റിയാണ് പറയുന്നത്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോളാം എന്റെ എല്ലാ കാര്യവും ഞാൻ പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, ഇവനെ എണ്ണ തേപ്പിച്ച് അവർ കുളിപ്പിക്കാൻ വരും. അങ്ങനെ കുളിപ്പിക്കലൊക്കെ പിന്നെ അവർക്ക് സിമ്പിൾ ആണ്. നല്ലോണം ഇവനെ ഉയ്യൊക്കെ ചെയ്യും. ഇവന്റെ മൂക്കും ഈ താടിയും കാലൊക്കെ ഉയ്യുന്ന പറഞ്ഞേ അങ്ങനെ അതൊക്കെ ഉയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് ഓനെ കുളിപ്പിക്കും. ഓനെ കുളിപ്പിച്ചിട്ട് പിന്നെ ഞാൻ ഓനോട് ഒന്ന് ഉറങ്ങും. ഒരു കുളി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഉറക്ക് വരും. അങ്ങനെ പിന്നെ എന്താ വൈകുന്നേരത്തിന് മുന്നേ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നല്ല ഓട്സോ എന്താ പറയാ തരിക്കഞ്ഞോ ജ്യൂസ്, എന്താ പറയാ മുന്തിരി ജ്യൂസ് ഒന്നും കേൾക്കൂല കേട്ടോ. തുണി നനഞ്ഞ
ഇപ്പൊ ആള് കരയിട്ടോ. ഇപ്പൊ അതായിരുന്നു ആളെ പ്രശ്നം. ആള് മൂത്രം ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ അത് മാറ്റാനുള്ള കച്ചറായിരുന്നു. ഇപ്പൊ മാറ്റിയപ്പോ നല്ല അടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി ഇത് തിരിച്ചു വരാം. അങ്ങനെ ഈവനിങ് ഞാൻ പറഞ്ഞ പോലെ ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉണ്ടാകുക. പിന്നെ വൈകുന്നേരം ചായ ഉണ്ടാവും. ചായക്ക് അവരെന്താ എനിക്കുള്ള മുറുക്ക്, പിന്നെന്താ അൽസ, അങ്ങനത്തെ കുറച്ച്, എനിക്ക് അതിന്റെ പേരുകളൊന്നും ഓർമ്മയില്ല. പഴവും നട്ട്സും തേങ്ങയും ഒക്കെ ഒതുക്കിയിട്ടുള്ള ചിക്കി ഒരു വെറൈറ്റി ഒരു സാധനം. പിന്നെ പലഹാരം എന്തെങ്കിലും ചില ദിവസം ഉണ്ടാവും. പിന്നെ എനിക്കുള്ള പൊടി ഇങ്ങനെ നമുക്ക് വീഡിയോ ചെയ്യണ്ടേ? വീഡിയോ എടുക്കാൻ കുറെ കഷ്ടപ്പാടാണ്. ഈ പ്രൊഡക്റ്റിന് ആദ്യം എവിടെയെങ്കിലും ഒന്ന് കിടത്തണം, അല്ലേ ഉറക്കണം. ഇവനാണ് ലോകാന്തരം ഉടായിപ്പ. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കൂട്ടി പിടിച്ചാലോ ഭയങ്കര ഇഷ്ടം. അമ്മ നോക്കണ്ട, അമ്മ ചീത്ത പറയും. നമുക്ക് വീഡിയോയിൽ എടുക്കണ്ടേ? വീഡിയോയിൽ ആൾക്കാരോട് വർത്താനം പറയണ്ടേ? അങ്ങനെ അപ്പൊ ഈവനിങ് ചായ ഇതുകൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്കും ഫുഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഒരാളാണ്, മീൻസ് രണ്ടാൾക്കുള്ള ഫുഡ് അവർ തരും. പക്ഷെ നമുക്കതൊരു 3 ആൾക്കാർക്ക് കഴിക്കാനുള്ള രീതിയിൽ ഫുഡ് ഉണ്ടാവും. അതിന്റെ പുറമെ നമുക്ക് എന്തെങ്കിലും കറിയോ ചോറൊക്കെ നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയാൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഈവനിങ് ചായ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു രാത്രി ആയി കഴിഞ്ഞാൽ ചോറ് അവർ ഒരു മൈദീപൊക്കെ ആകുമ്പോഴത്തേക്ക് കൊണ്ടുതരും കേട്ടോ. ചോറ് ഇതുകൊണ്ട് തന്നെ രാത്രി എനിക്ക് നെല്ലിത്തിരി ചോറാണ് ഉണ്ടാകുക. പിന്നെ ഒരു മീൻകറിയും എന്തെങ്കിലും പച്ചക്കറിയോ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും. ഉപ്പേരി മസ്റ്റാണ്. ഉപ്പേരി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അവർ തരും. പിന്നെ മീൻ പൊരിച്ചത്, പപ്പടം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണ് ഉണ്ടാകുക. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി എനിക്ക് കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാല്. പിന്നെ അതിന്റെ പുറമെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ആദ്യത്തെ ഒരു 9 ദിവസം അരിഷ്ടാണ് ഉണ്ടാകുക കുടിക്കാൻ. കഷായം, മാറിപ്പോയി, അരിഷ്ടല്ല, കഷായം നല്ല കയ്പുള്ള കഷായമാണ് ആദ്യത്തെ 9 ദിവസം. രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തുമാണ് ഉണ്ടാകുക. പിന്നെ ഒരു പുളിങ്കൊയമ്പ് കഷായം എന്ന് പറഞ്ഞൊരു കഷായം ഉണ്ട്, രാവിലെയും രാത്രി കുടിക്കാനുള്ളത്. ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ടിട്ട് കുടിക്കാനുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഉള്ളി വരുന്നത്. ഉള്ളി 3 ദിവസം രാത്രിയും. അതിന് ശേഷം പിന്നെ ഉള്ളി കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു? ഉള്ളി കഴിഞ്ഞതിന് ശേഷം ഉലുവ. മറന്നു പോയിട്ടോ. കുറച്ച് ദിവസമായി ഇപ്പൊ പ്രസവരക്ഷ പോകുന്നുണ്ട്. വീഡിയോ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എടുക്കാൻ കഴിയാഞ്ഞത്. പിന്നെ ഇതാണ് ഉലുവ ആണുള്ളത്. 3-4 ദിവസം ഉലുവയാണുള്ളത്. ഉലുവ നമ്മൾ വിചാരിച്ചോളന്നല്ല, നല്ല ടേസ്റ്റില് നല്ല ഷേക്കൊക്കെ കുടിക്കും പോലെ ഉണ്ടാവും ഉലുവ കുടിക്കാൻ കേട്ടോ. എല്ലാവരും എൻ്റെ ഉമ്മ അത് ടേസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറയാം, നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഇത്ര ടേസ്റ്റ് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് നല്ല കയ്പിലേനി കിട്ടുക. നല്ല ശർക്കരയും നല്ല പാലും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിനാണ് ഉലുവയുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റ് പിന്നെ നമ്മുടെ ദിവസം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇതും കൂടും കേട്ടോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്നുകൾ കൂടും. ഞാൻ 14 ദിവസത്തെ പാക്കേജ് എടുത്തതുകൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടുന്ന് കിട്ടിയത്. പിന്നെന്താ ഞാൻ പറഞ്ഞില്ല, ഉഴിച്ചിലും ഇതൊക്കെ എങ്ങനെയാണ്. 9 ദിവസം കൂടി. പിന്നെ 5 ദിവസം എനിക്ക് നവരക്കീയാണ് ചെയ്തത്. മഞ്ഞളെണ്ണ കീ ഉണ്ട്, പൊടിക്കീ ഉണ്ട്, അങ്ങനത്തെ കുറെ കീകളൊക്കെ ഉണ്ട്. അതൊന്നും പിന്നെ ഞാൻ എടുത്തില്ല. അപ്പൊ പ്രസരക്ഷയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണുള്ളത്. അവിടുത്തെ നമ്പർ, ഞാൻ പോയത് നരിക്കുനി കഴിഞ്ഞിട്ടുള്ള വട്ടോളിയാണ്. വട്ടോളി പാലങ്ങാട് റോഡിന് കുറച്ചങ്ങോട്ട് പോയാൽ വലത്തേ ഭാഗത്ത് ഉള്ളതാണ്. അതിന്റെ അവരുടെ ഡീറ്റെയിൽസും നമ്പറും ഒക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ പോകേണ്ടവർക്ക് പോവാം. എന്തായാലും ഞാൻ ഉറപ്പ് തരാം, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ബാഡ് ആയിട്ട് തോന്നൂല. മീൻസ് ഒരു ഹോംലി ഫീലാണ്. ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് തോന്നിയത് വേറെ എവിടെ ഫ്ലൈറ്റിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലേ അല്ല. അവിടെ ഉള്ള ആൾക്കാരായാലും എന്താ പറയുക, എല്ലാവരും എന്താ പറയുക, നമ്മുടെ താത്തമാരോ അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സോ നമ്മുടെ കസിൻസോ ഒക്കെ പോലെ, ഉമ്മമാരൊക്കെ പോലെ അത്രയും വൈബാണ്. നമുക്ക് വേണം അവിടുത്തെ കിച്ചണൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. എന്താ പറയുക, നമ്മൾ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് പോയി കാണാം. ഞാൻ അവിടെ അടുക്കളയിൽ പോയി അവിടെ ഉള്ള താത്തമാരോടൊക്കെ സംസാരിക്കും. എല്ലാവരും നല്ല കമ്പനിയാണ്. അവിടെയുള്ള ചേച്ചിമാരായിക്കോട്ടെ, ഒയ്യുന്ന സൂറത്താത്തായാലും ഷെമിത്താത്തായാലും സുബൈത്താത്തായാലും എല്ലാവരും എന്താ പറയാ, അടിപൊളി വൈബാണ്, നല്ല കമ്പനിയാണ് നമ്മോട്. നമുക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവരോട് സംസാരിക്കുക. എന്താ പറയുക, അടുക്കളയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് ലൈവായിട്ട് കാണാം. അതാണ് മെയിൻ. ചില സ്ഥലത്ത് നമുക്ക് കിച്ചൺ തന്നെ കാണാൻ കഴിയില്ല. ഇത് ഓപ്പൺ കിച്ചണാണ്. നമുക്ക് നേരിട്ട് അങ്ങോട്ട് കയറി ചെന്നിട്ട് അവർ ഫുഡ് പാക്ക് ചെയ്യുന്നതും അവർ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാം അടിപൊളിയാണ്. എനിക്ക് പിന്നെ എന്താ പറയാ, ഈ നാൽപ്പാമര വെള്ളം
പറയാൻ കിട്ടുന്നില്ല. നാൽപ്പാമര വെള്ളം നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റിച്ചൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ചുടുവെള്ളം ഏത് സമയത്തും കിട്ടുമെന്ന് ചിലർക്ക് ഡൗട്ടുണ്ടാവും. 24 മണിക്കൂറും നാൽപ്പാമര വെള്ളം അവിടുത്തെ ചെമ്പിൽ തിളച്ചുകൊണ്ടിരിക്കും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നാൽപ്പാമര വെള്ളം എടുക്കാം. അവിടെ പോയിട്ട് പിന്നെ നമുക്ക് കുടിക്കുന്ന വെള്ളമായാലും എല്ലാം ഫുൾ സെറ്റാണ്. നമുക്ക് അവിടെ പോയാൽ ഒരിക്കലും എന്താ പറയുക, ഒരു പുറത്തുനിന്ന് വന്ന ഒരു ഫീല് പോലെ തോന്നുന്ന ഒരു ഹോംലി ഫീലാണ്. നമുക്ക് പിന്നെ അവിടെ ആൾക്കാർ നമ്മളെ കാണാനൊക്കെ വരുന്നതിന് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഞാൻ പോയ പ്രസവരക്ഷയിലുള്ള ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അവിടെ പോകേണ്ടവർക്കൊക്കെ പോവാ. എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ പ്രസവരക്ഷയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ ടാറ്റ.